പലതരം പൂഴിക്കടകൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പൂഴിക്കടകൻ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ KC വേണുഗോപാലിൻ്റെ പൂഴിക്കടകൻ 17 രൂപ 18 രൂപ വെച്ച് മേടിച്ചിട്ടിരുന്ന പൊടിയാണ്. ഇപ്പൊ നമ്മൾ 33 രൂപ 35 രൂപ, ഒരു അപ്പപ്പൊടിക്ക് 40 രൂപ. സാധാരണക്കാർക്ക് എങ്ങനെയും നമ്മൾക്ക് ഒരു 1000 രൂപ കൊണ്ട് തന്നെ അതുമായിട്ടുള്ള സാധനത്തിനുള്ള വില നമുക്ക് കുറച്ച് കിട്ടണം. അത്രയേ ഉള്ളൂ. നല്ല തിരകഥ, സംവിധാനം, ഗംഭീര അഭിനയം. സത്യത്തിൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഉർവശിയും തോറ്റുപോകുന്ന അഭിനയം. സത്യത്തിൽ ആരായിരിക്കും ഈ ഐഡിയ KCക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? നമ്മുടെ പ്രതിപക്ഷ നേതാവ് വടക്ക് തെക്ക് നുണയാതെ നടത്തുന്നു. കുട്ടികൾക്ക് പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നത് എന്തിനെന്ന ഒറ്റ ചോദ്യത്തിൽ നമ്മുടെ കുട്ടികൾ മുകളിലേക്ക് ഉയർത്തിയ ചെന്നിത്തലജി ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ KCയുടെ രംഗപ്രവേശം. ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ദില്ലിയിലും കോൺഗ്രസിനെ തെക്കോട്ടെടുത്തിട്ടുള്ള വരവാണ്, ഗംഭീര വരവ്. അപ്പോൾ ആ വരവിൽ വിരസതയകറ്റാൻ KCജി ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമ. ഇതെന്നെ ഉണ്ടാക്കുന്നത് അല്ല, അസലും മീൻകറി വായിന്ന് വെള്ളം വരുന്നു. അപ്പൊ ഉണ്ടോ ഏട്ടത്തി? ഇതേ പുറത്ത് വയ്ക്കുന്നവന്മാർ അറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർക്കും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. സത്യത്തിൽ KC പാവമാണ് കേട്ടോ. ഇന്ന് കേരളത്തിൽ വിലക്കയറ്റമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാത്തതായിരിക്കാം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം വിലക്കയറ്റ തോത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. രാജ്യത്ത് 8% വിലക്കയറ്റ തോത്. എന്നാൽ കേരളത്തിൽ അത് 4.4% മാത്രമാണ്. സിവിൽ സപ്ലൈ സ്റ്റോറുകളിലും മാവേലി സ്റ്റോറുകളിലും സാധനങ്ങൾ ഉറപ്പാക്കിയും പൊതുവിപണിയിൽ സജീവമായി ഇടപെട്ടുമാണ് കേരളം കഴിഞ്ഞ 10 വർഷമായി വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ KCയുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. വിലക്കയറ്റം രൂക്ഷമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. 2011 മുതൽ 2016 വരെയുള്ള കാലം. അക്കാലത്തെക്കുറിച്ച് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറയുന്നത് കേൾക്കൂ. അരിയുടെ വില 35 രൂപ 36 രൂപയാണ്. എല്ലാ പലവ്യഞ്ജന സാധനങ്ങളുടെയും വില കൂടി. ഫാമിലി ബജറ്റുകൾ തകിടം മറിഞ്ഞു. രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതത്തിൽ സാരമായ തരത്തിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. മാർക്കറ്റിൽ ഇൻ്റർവീൻ ചെയ്യാനുള്ള ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, നമ്മുടെ ത്രിവേണി സ്റ്റോറിൽ സാധനമില്ല. ഒരു അരിക്കട പോലും തുടങ്ങാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ മാറിപ്പോകുന്നോ എന്ന സംശയം ജനങ്ങൾക്ക് ഇടയിലുണ്ടായാൽ എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ KC വേണുഗോപാൽജി ടാറ്റ ബൈ ബൈ.